ഗുഡ് ആഫ്റ്റർനൂൺ. നമ്മൾ ഇന്ന് പഠിക്കുന്നത് ബയോളജിയാണ്. ബയോളജിയിലെ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്ന ചാപ്റ്റർ. നമുക്ക് ബയോളജിക്കകത്തുള്ളതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ചാപ്റ്ററാണ് ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. അപ്പോൾ എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കണം. ഓക്കെ, എന്താണ് ലൈഫ് പ്രോസസ്സസ്? അതിന് മുന്നേ നമുക്ക് അറിയേണ്ടത് എന്താണ് ലൈഫ് എന്ന് അറിയണ്ടേ? എങ്കിൽ മാത്രമല്ലേ ലൈഫ് പ്രോസസ്സ് എന്താണെന്ന് നമുക്ക് പഠിക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ലൈഫ്, നമ്മൾ എപ്പോഴും ചുറ്റും കാണുന്ന എല്ലാ ബോഡിക്കും ലൈഫ് ഉണ്ടോ ഇല്ലയോ എന്ന് തിരിച്ചറിയാൻ നമുക്ക് സാധിക്കും. വളരെ എളുപ്പത്തിൽ നമുക്ക് കാറ്റഗറൈസ് ചെയ്യാൻ പറ്റും എല്ലാവർക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു എന്താണ് ലൈഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അറിയാവുന്ന രീതിയിൽ ലൈഫിനെ ഒന്ന് ഡിഫൈൻ ചെയ്യും. കമന്റ്സിൽ പറഞ്ഞു, എല്ലാവരും പറയണം. ഓക്കെ, ലൈഫ് പറഞ്ഞോ, ധൈര്യമായിട്ട് പറഞ്ഞോ. ലൈഫ് എന്ന് പറയുമ്പോൾ ഒരു ബീയിങ് സെന്റിയന്റ് ആണ്. സെന്റിയന്റ്. പിന്നെന്താ? മൂവ്മെന്റ്. ഇതൊക്കെയാണ് ലൈഫിനെ പറ്റിയിട്ട് പറയുന്നത്. ഒരു കണക്കിന് നമുക്ക് നോക്കാൻ പറ്റും. സെന്റിയന്റ് ആവണം, മൂവ്മെന്റ് ഉണ്ടാവണം എന്നൊക്കെ പറയാം. അതിനൊക്കെ നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാം. അപ്പോൾ ലൈഫ് എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് എന്താണ്, ഒരു ബയോളജിസ്റ്റിനോട് ചോദിച്ചു കഴിഞ്ഞാൽ പുള്ളിക്കാരൻ എന്താ ലൈഫ് എന്ന് പറയുക? മോളിക്കുലാർ മൂവ്മെന്റ് എന്ന് പറയും. റൈറ്റ്, മോളിക്കുലാർ മൂവ്മെന്റ്. എന്താണ് ഈ മോളിക്കുലാർ മൂവ്മെന്റ് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്താ പഠിച്ചേ? എല്ലാ ബോഡീസും എന്താണ് ഉണ്ടായിരിക്കുന്നത്? സെൽസ് കൊണ്ടാണ്. സെൽസ് മേക്കപ്പ് ബോഡീസ്, റൈറ്റ്? സെൽസ്. ഈ സെൽസിന് എന്ത് ചെയ്യും? ഈ സെൽസ് എല്ലാം കൂടെ കൂടി ചേർന്നിട്ട് ടിഷ്യൂസ് ഉണ്ടാവും. ഓരോ ടിഷ്യൂവിനും ഒരു പെർട്ടിക്കുലർ ഫംഗ്ഷനും ഉണ്ടാവും. അങ്ങനെ ടിഷ്യൂസ് ഉണ്ടാവും. ഈ ടിഷ്യൂസിന് നമുക്ക് എന്താ, ഈ ബോഡീസിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ ടിഷ്യൂസ്, അങ്ങനെ ടിഷ്യൂസ് ഉണ്ടായിരിക്കുന്നത് സെൽസിൽ നിന്നുമാണ്. അപ്പോൾ നമ്മുടെ ടിഷ്യൂസിന് മെയിൻ്റനൻസ് വേണം, അല്ലെങ്കിൽ റിപ്പയർ വേണം. എപ്പോഴും നമ്മുടെ ബോഡി റെസ്റ്റിലായിരിക്കുമ്പോഴും എന്തെങ്കിലും വർക്ക് ചെയ്യുകയാണെങ്കിലും എന്ത് സ്റ്റേറ്റിലാണെങ്കിൽ പോലും അതിന് ഒരു മെയിൻ്റനൻസും റിപ്പയറും നെസസറിയാണ്. എങ്കിൽ മാത്രമേ ആ ബോഡിയെ നമുക്ക് അലൈവായിട്ട് കീപ്പ് ചെയ്യാൻ പറ്റൂ. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ള റിപ്പയർ മെയിൻ്റനൻസ് എങ്ങനെയാണ് നടക്കുന്നത്? മോളിക്കുലാർ മൂവ്മെന്റ്സിലൂടെയാണ്. സെൽസ് എല്ലാം കൂടെ ജോയിൻ ചെയ്ത് മോളിക്യൂൾസ് ആവും. ഈ മോളിക്യൂൾസിന്റെ മൂവ്മെന്റിൽ കൂടെയാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മുടെ ബോഡിയെ മെയിൻ്റനൻസും റിപ്പയറും ചെയ്യുന്നത്. അങ്ങനെ മെയിൻ്റനൻസ് റിപ്പയറും കണ്ടിന്യൂസ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ബോഡിയെ മാത്രമേ നമുക്ക് അലൈവ് എന്ന് പറയാൻ പറ്റൂ. അതായത് ലൈഫ് ഉള്ള ഒരു ബോഡിയിൽ എപ്പോഴും മോളിക്കുലാർ മൂവ്മെന്റ് ഉണ്ടാവും. എന്തിനു വേണ്ടിയാണ് മോളിക്കുലാർ മൂവ്മെന്റ് ഉണ്ടാവുന്നത്? ആ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനും അതിനെ റിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടുമാണ്. പിന്നെ ഗ്രോത്തിന് വേണ്ടിയിട്ട് മോളിക്കുലാർ മൂവ്മെന്റ്സ് ഉണ്ടാവാറുണ്ട്. അപ്പൊ ഈ മോളിക്കുലാർ മൂവ്മെന്റ്സ് അതുകൊണ്ടാണ് നമ്മൾ ലൈഫ് എന്ന് പറയുന്നതിന്റെ കാര്യം മനസ്സിലായല്ലോ. ഒരു ബോഡിക്ക് ലൈഫ് വേണമെന്നുണ്ടെങ്കിൽ മോളിക്കുലാർ മൂവ്മെന്റ്സ് നെസസറി ആണ്. ആ മോളിക്കുലാർ മൂവ്മെന്റ്സ് നമുക്ക് നേക്കഡ് ഐ കൊണ്ട് കാണാൻ പറ്റുമോ? ഒരിക്കലും ഇല്ല. നമ്മൾ വളരെ സൂക്ഷിച്ച് അതിൻ്റെതായ പ്രോസസ്സിലൂടെ നോക്കിയാൽ മാത്രമേ നമുക്ക് മോളിക്കുലാർ മൂവ്മെന്റ്സ് കാണാൻ സാധിക്കത്തുള്ളൂ. അങ്ങനെ ഒരു മോളിക്കുലാർ മൂവ്മെന്റ് ഉള്ള ഒരു ബോഡിയെ നമ്മൾ ലൈഫ് എന്ന് പറയും, ലൈഫ് ഉണ്ടെന്ന് പറയും. അങ്ങനെയാണെങ്കിൽ അതിനകത്ത് വേറൊരു കോൺട്രവേഴ്സി ഉണ്ട്. എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വൈറസ്. നമുക്കിപ്പോൾ ഒരു വൈറസിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ വൈറസിന് ഒരു മോളിക്കുലാർ മൂവ്മെന്റ്സ് ഉണ്ടാവാറില്ല. എപ്പോ അതൊരു ഹോസ്റ്റ് ബോഡിയിൽ കയറുന്നത് വരെ അതിനൊരു മോളിക്കുലാർ മൂവ്മെന്റ്സ് ഉണ്ടാക്കാറില്ല. നോ ഹോസ്റ്റ്, നോ മോളിക്കുലാർ മൂവ്മെന്റ്സ്. അപ്പോ നമ്മൾ എന്താണ് അറിയേണ്ടത്? വൈറസ് അലൈവ് ആണോ അൺഅലൈവ് ആണോ? അതെപ്പോഴും നമ്മൾ ഡിബേറ്റ് ചെയ്യുന്ന കാര്യമാണ്. വൈറസിന് ഹോസ്റ്റ് ബോഡിയിലല്ലാതെ മോളിക്കുലാർ മൂവ്മെന്റ്സ് ഉണ്ടാവാറില്ല. അത് നിങ്ങൾ ഓർത്ത് വെക്കേണ്ട ഒരു കാര്യമാണ്. വൈറസിന്റെ മാത്രം പ്രത്യേകതയാണ്. വൈറസിന് മോളിക്കുലാർ മൂവ്മെന്റ്സ് ഇല്ല. എപ്പോൾ ഹോസ്റ്റ് ബോഡിയിൽ ഔട്ട്സൈഡ് ആകുമ്പോൾ എന്തെങ്കിലും ഒരു സെല്ലിനെ ഇൻഫെക്ട് ചെയ്താൽ മാത്രമേ വൈറസിന് മോളിക്കുലാർ മൂവ്മെന്റ്സ് ഉണ്ടാവത്തുള്ളൂ. അങ്ങനെ നോക്കാം. പിന്നെന്താണ് നമുക്ക് നോക്കാനുള്ളത്? എല്ലാ ബോഡിയും ഞാൻ പറഞ്ഞായിരുന്നു മെയിൻ്റനൻസും റിപ്പയറും ഗ്രോത്തും നടക്കും എല്ലാ ജീവനുള്ള ബോഡിയിലും. അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് എന്താണ്, ഈ മെയിൻ്റനൻസിനും റിപ്പയറിനും എന്താ വേണ്ടേ? എനർജി വേണ്ടേ? ഉറപ്പായിട്ടും എനർജി വേണ്ടി വരും. ആ എനർജി നമ്മൾ എങ്ങനെയാണ് കിട്ടുന്നത്? ഔട്ട്സൈഡ് ദ ബോഡി. നമ്മൾ പുറത്തു നിന്നൊരു സോഴ്സിൽ നിന്നിട്ട് ഒരു എനർജി അബ്സോർബ് ചെയ്ത് ആ എനർജിയാണ് നമ്മൾ മെയിൻ്റനൻസിനും റിപ്പയറിനും വേണ്ടി യൂസ് ചെയ്യുന്നത്. അപ്പൊ ഈ ഔട്ട്സൈഡിൽ നിന്ന് ഒരു എനർജി എടുക്കുന്നു എന്ന് പറഞ്ഞു. എന്താണ് ഈ എനർജി? എന്താ ഈ എനർജി സോഴ്സ് എന്ന് പറയുന്നത്? വളരെ സിമ്പിൾ, ഫുഡാണ്. നമ്മുടെ ഫുഡിനെയാണ് നമ്മൾ ഔട്ട്സൈഡിൽ ഒരു എനർജി സോഴ്സ് ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്. ആ ഫുഡിനെ നമ്മൾ ബോഡിയിലേക്ക് അബ്സോർബ് ചെയ്യുന്നു, അതിനെ ബ്രേക്ക് ഡൗൺ ചെയ്ത് അതിൽ നിന്നുള്ള എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബോഡിയുടെ റിപ്പയറും മെയിൻ്റനൻസും നടത്തുന്നത്. അപ്പൊ ഈ ഫുഡ് സോഴ്സിനെ എങ്ങനെയാണ് നമ്മുടെ ലൈഫ് ഓൺ എർത്ത് എന്ന് പറയുന്നത് കാർബൺ ബേസ്ഡ് ആണ്. അപ്പോൾ മോസ്റ്റ്ലി ഈ ഫുഡും കാർബൺ ബേസ്ഡ് ഫുഡ്സ് ആയിരിക്കും, റൈറ്റ്? കാർബൺ ബേസ്ഡ് ആയിരിക്കും. ഈ ഫുഡ്സിന് ഒരു പ്രത്യേകത ഉണ്ടാവും, പല വെറൈറ്റി ആയിരിക്കും. അത് കോംപ്ലക്സ് ആയിരിക്കാം, വളരെ സിമ്പിൾ ഫോമിലുള്ളതാവാം. എന്താണെങ്കിലും ഇങ്ങനെ ഒരു ഫുഡിനെ അബ്സോർബ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന് നമുക്ക് ബ്രേക്ക് ഡൗൺ ചെയ്യണം, അല്ലെങ്കിൽ ബിൽഡപ്പ് ചെയ്യണം.
എന്തിനു വേണ്ടിയിട്ടാണ്? അതിനൊരു യൂണിഫോം ഫോം ആക്കാൻ വേണ്ടിയിട്ട്. ഒരു യൂണിഫോം സോഴ്സ് ഓഫ് എനർജി മാത്രമേ നമുക്ക് എല്ലാ സെല്ലിലേക്കും കൊടുത്ത് അതിനെ കറക്റ്റ് എഫിഷ്യന്റ് ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റൂ നമ്മുടെ മെയിൻ്റനൻസിന് വേണ്ടിയിട്ട്. അപ്പോൾ നമ്മുടെ ഫുഡിനെ എന്ത് ചെയ്യും? ബ്രേക്ക് ഡൗൺ ചെയ്യും. ബ്രേക്ക് ഡൗൺ ചെയ്ത് എന്താക്കും? യൂണിഫോം എനർജി ആക്കും. യൂണിഫോം എനർജി. ഈ യൂണിഫോം എനർജി യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ സെൽസിൽ മെയിൻ്റനൻസും അപ്കീപ്പും ഒക്കെ നടക്കുന്നത്. അപ്പോൾ നമ്മുടെ ഈ യൂണിഫോം എനർജി ആക്കാനായിട്ട് എങ്ങനെയാണ് ഈ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്? വളരെ സിമ്പിൾ, കെമിക്കൽ റിയാക്ഷൻസ് വെച്ചിട്ടാണ്. എന്ത് കെമിക്കൽ റിയാക്ഷൻസ്? നമ്മുടെ കെമിക്കൽ റിയാക്ഷൻസ് വെച്ചിട്ട് നമ്മുടെ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്യും. എന്ത് കെമിക്കൽ റിയാക്ഷൻസ് ആണ് യൂസ് ചെയ്യുന്നത്? എന്തായിരിക്കും? ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസ്. അത് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യുന്നത്. ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസ്. ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസ്. ഈ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസിന്റെ പ്രത്യേകത എന്താ? അതിന് പെർഫോം ചെയ്യണമെങ്കിൽ ഓക്സിജൻ വേണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്യും? നമ്മുടെ ബോഡി പുറത്ത് നിന്നിട്ട് ഓക്സിജൻ അബ്സോർബ് ചെയ്യും. അപ്പൊ പുറത്ത് നിന്നിട്ട് ഓക്സിജൻ അബ്സോർബ് ചെയ്യുന്ന പ്രോസസ്സിന് നമ്മൾ എന്താ പറയുന്നത്? റെസ്പിറേഷൻ. റെസ്പിറേഷൻ, റൈറ്റ്? റെസ്പിറേഷൻ. അത് പറഞ്ഞായിരുന്നു ഒരു കാര്യം വിട്ടുപോയായിരുന്നു. എന്താ? ഞാൻ ഈ ഫുഡ് നമ്മൾ പുറത്തു നിന്ന് അബ്സോർബ് ചെയ്യുമെന്ന് പറഞ്ഞു. അതിന് നമ്മൾ എന്താ വിളിക്കുന്നത്? ന്യൂട്രീഷൻ എന്നാ വിളിക്കുന്നത്. ന്യൂട്രീഷൻ ആണ് അബ്സോർപ്ഷൻ ഓഫ് ഫുഡ് ഫ്രം ഔട്ട്സൈഡ് ദ ബോഡി ആൻഡ് ഫർദർ ബ്രേക്ക് ഡൗൺ ഓഫ് ദാറ്റ് ഫുഡ് യൂസിങ് കെമിക്കൽ റിയാക്ഷൻസ് ലൈക്ക് ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസ്. ഈ ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസ് ക്യാരി ഔട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് റെസ്പിറേഷൻ കണ്ടക്ട് ചെയ്യണം. നമ്മുടെ ബോഡിയിലേക്ക് പുറത്ത് നിന്നിട്ട് ഓക്സിജൻ അബ്സോർബ് ചെയ്യണം. അതാണ് റെസ്പിറേഷൻ എന്ന് പറയുന്നത്. പിന്നെ എന്താ വേണ്ടത്? ഈ റെസ്പിറേഷൻ യൂസ് ചെയ്തു നമ്മൾ ഓക്സിഡൈസിങ് റിയാക്ഷൻസ് ഒക്കെ കണ്ടക്ട് ചെയ്തു, നമ്മുടെ ഫുഡ് ബ്രേക്ക് ഡൗൺ ചെയ്തു, യൂണിഫോം ഫോമിലായി. അതിനെ ഉപയോഗിച്ചിട്ട് നമ്മൾ മെയിൻ്റനൻസും അപ്കീപ്പും നടത്തി നമ്മുടെ സെൽസിൽ. അങ്ങനെ ആകുമ്പോഴത്തേക്കും എന്താണ്? ഈ റിയാക്ഷൻസ് കാരണം ബൈ പ്രൊഡക്ട്സ് ഉണ്ടാവും നമ്മുടെ ബോഡിയിൽ. നമ്മുടെ ബോഡിക്ക് വേണ്ടാത്ത പ്രൊഡക്ട്സ് അതിനെ വേസ്റ്റ് പ്രൊഡക്ട്സ് ആയിട്ടൊക്കെ കൺവേർട്ട് ചെയ്യേണ്ടി വരും. അങ്ങനെയുള്ള വേസ്റ്റ് പ്രൊഡക്ട്സിനെ എന്ത് ചെയ്യണം? നമ്മുടെ ബോഡിയിൽ നിന്നിട്ട് വേസ്റ്റ് പ്രൊഡക്ട്സിന് നമ്മുടെ ബോഡിയിൽ നിന്നിട്ട് എക്സ്ക്രീറ്റ് ചെയ്യണം. അതിനെ ബോഡിയിൽ നിന്നിട്ട് എക്സ്പെൽ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് നമുക്കൊരു സിസ്റ്റം വേണം. അതുപോലെ ഇവിടെ നമ്മൾ റെസ്പിറേഷനൊക്കെ കൊണ്ടിട്ട് ഒരു യൂണിഫോം സോഴ്സ് ഓഫ് എനർജി ഉണ്ടാക്കുമല്ലോ, എനർജി. ഈ എനർജി എന്ത് വേണം? എല്ലാ സെല്ലിലേക്കും എത്തിക്കണം, റൈറ്റ്? ഈ എല്ലാ സെല്ലിലേക്ക് എത്തിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സിമ്പിൾ അല്ല. കാരണം എന്താ? മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ് എന്ന് പറയുന്നത് എല്ലാ സെല്ലും നമ്മുടെ എൻവയോൺമെന്റുമായിട്ട് കോൺടാക്റ്റിലല്ല. സിംഗിൾ സെൽഡ് ഓർഗാനിസം എങ്ങനെയാണ്? അതിന്റെ ഫുൾ സെല്ലും എൻവയോൺമെന്റുമായിട്ട് കോൺടാക്റ്റിലാണ്. അങ്ങനെ ആകുമ്പോഴത്തേക്കും സിമ്പിൾ ഓസ്മോസിസ് മാത്രം മതി അതിന്റെ എനർജി എല്ലാ സെല്ലിലേക്കും എല്ലാ പാർട്ടിലേക്കും എത്താനും അതുപോലെ അതിന്റെ ബോഡിയിൽ ഉണ്ടാകുന്ന ബൈ പ്രൊഡക്ട്സ് പുറത്ത് എൻവയോൺമെന്റിലേക്ക് കളയാനും. പക്ഷേ എന്താണ്? നമ്മുടെ മൾട്ടി സെല്ലുലാർ ഓർഗാനിസംസ്, ഹ്യൂമൻസ് പോലെയുള്ള മൾട്ടി സെല്ലുലാർ ഓർഗാനിസത്തിന് അത് പറ്റത്തില്ല. നമ്മുടെ എല്ലാ സെല്ലും എൻവയോൺമെന്റുമായിട്ട് കോൺടാക്റ്റിലല്ല. അങ്ങനെയുള്ള കേസിൽ നമുക്ക് സ്പെഷ്യലൈസ്ഡ് സ്പെഷ്യലൈസ്ഡ് സ്ട്രക്ചേഴ്സ് വേണം ഈ എനർജിയെ എല്ലാ സെല്ലിലേക്കും ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ. അതിനെന്താണ് നമ്മൾ വിളിക്കുന്നത്? ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ്. ട്രാൻസ്പോർട്ടേഷൻ. ഈ ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റംസ് യൂസ് ചെയ്തിട്ടാണ് നമ്മുടെ എനർജി എല്ലാ സെല്ലിലേക്കും നമ്മൾ എത്തിക്കുന്നത്. ഈ ട്രാൻസ്പോർട്ടേഷൻ പോലെ തന്നെ നമുക്ക് വേറെ സിസ്റ്റം വേണം. എന്താണ്? ഈ ബൈ പ്രൊഡക്ട്സ് അല്ലെങ്കിൽ വേസ്റ്റ് പ്രൊഡക്ട്സിനെ ബോഡിയിൽ നിന്ന് എക്സ്പെൽ ചെയ്യാൻ വേണ്ടിയിട്ട്. അതിന് വേണ്ടിയിട്ട് നമ്മൾ എക്സ്ക്രീഷൻ വേണ്ടിയിട്ടുള്ള സിസ്റ്റവും ഉണ്ടാവും, റൈറ്റ്? ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞു. എന്തൊക്കെയാ ഇപ്പൊ ഇവിടെ പറഞ്ഞതിനകത്ത് ഇമ്പോർട്ടന്റ് കാര്യങ്ങൾ? ന്യൂട്രീഷനെ പറ്റിയിട്ട് പറഞ്ഞായിരുന്നു. ന്യൂട്രീഷൻ കഴിഞ്ഞിട്ട് റെസ്പിറേഷൻ പറഞ്ഞായിരുന്നു. റെസ്പിറേഷൻ കഴിഞ്ഞിട്ട് എന്താണ്? ട്രാൻസ്പോർട്ടേഷൻ പറഞ്ഞായിരുന്നു. അതും കഴിഞ്ഞിട്ട് എക്സ്ക്രീഷനെ പറ്റിയിട്ടും പറഞ്ഞായിരുന്നു. ഇത് ഇത്രയുമില്ലേ? ഇത് മാത്രമേ ഉള്ളൂ ലൈഫ് പ്രോസസ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. അതായത് ലൈഫ് പ്രോസസ്സ് എന്താണ്? നമ്മുടെ ബോഡിയെ മെയിൻറ്റെയിൻ ചെയ്യാനും അപ്കീപ്പ് ചെയ്യാനും വേണ്ട പ്രോസസ്സിനെല്ലാം കമ്പൈൻ ചെയ്തിട്ട് നമ്മൾ വിളിക്കുന്ന പേരാണ് ലൈഫ് പ്രോസസ്സസ്. അപ്പോ പ്രോസസ്സസ് that take care of upkeep or maintenance of body, right? ഈ എല്ലാ പ്രോസസ്സിനെയും ചേർത്തിട്ടാണ് നമ്മൾ ലൈഫ് പ്രോസസ്സ് എന്ന് പറയുന്നത്. ആ ലൈഫ് പ്രോസസ്സിലുള്ള എല്ലാ ഇമ്പോർട്ടന്റ് കാര്യങ്ങളും നമ്മൾ പറഞ്ഞു കഴിഞ്ഞു. ന്യൂട്രീഷൻ, റെസ്പിറേഷൻ, ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് എക്സ്ക്രീഷൻ. അപ്പൊ ഇതിനെ പറ്റിയിട്ടാണ് നമ്മൾ ഈ ചാപ്റ്ററിൽ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാൻ പോകുന്നത്. ഇതൊന്നും നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടില്ല ഇതുവരെ. ജസ്റ്റ് സർഫസ് ലെവലിൽ എന്തൊക്കെയാണ് പഠിക്കാൻ പോകുന്നതെന്ന് മാത്രമേ നമ്മൾ മനസ്സിലാക്കിയിട്ടുള്ളൂ. ഓരോന്നിനെ പറ്റിയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനുമുണ്ട്. അതിന്റെ ക്ലാസിഫിക്കേഷൻസ് ഉണ്ട്. ഓരോ നമ്മുടെ ഹ്യൂമൻ ബോഡിയിൽ തന്നെയുള്ള ട്രാൻസ്പോർട്ടേഷൻ സിസ്റ്റത്തിനെയും എക്സ്ക്രീഷൻ സിസ്റ്റത്തിനെയൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കും. അപ്പൊ എല്ലാവരും റെഡി അല്ലേ? നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ഇതിനെപ്പറ്റി പഠിക്കാനുണ്ട്. ആദ്യം ഇതെല്ലാം ഒന്ന് നോക്കി മനസ്സിലാക്കുക. എല്ലാം നമ്മുടെ PDF-ലുണ്ട്. ജസ്റ്റ് നിങ്ങൾ ഇതും കൂടെ
ഇവിടെ ഒന്ന് നോക്കി മനസ്സിലാക്കുക. എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ചോദിച്ചു, ധൈര്യമായിട്ട് ചോദിച്ചു. എന്താണ്, എവിടെയെങ്കിലും ഡൗട്ട് ഉണ്ടോ? ലൈഫിന്റെ കാര്യം പറഞ്ഞാലോ, നമ്മൾ വൈറസിന്റെ കാര്യം പറഞ്ഞാലോ, അത് കഴിഞ്ഞിട്ട് മെയിൻ്റനൻസ്, ഫുഡ്, അതൊക്കെ പറഞ്ഞു. ഓക്സിഡൈസിങ് റെഡ്യൂസിങ് റിയാക്ഷൻസ് പറഞ്ഞു. ഇവിടെ എനർജിയുടെ കാര്യം പറഞ്ഞു. അങ്ങനെ നമ്മൾ ഈ പറഞ്ഞതിൽ എവിടെയെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് ചോദിച്ചോളൂ. ചോദിക്കൂ. ആർക്കെങ്കിലും ഡൗട്ട് ഉണ്ടോ? ഓക്കെ, ഡൗട്ട് ഇല്ല എന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ക്വസ്റ്റ്യൻസ് ചോദിക്കും. അടുത്ത ടോപ്പിക്കിലേക്ക് പോകുമ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ടേ പോകുന്നുള്ളൂ. ഓക്കെ.